നമസ്കാരം, റൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് സ്വാഗതം. സിറിയ പുതിയ പ്രഭാതത്തിലേക്ക് കടക്കുകയാണ്. ഇറാനെയും റഷ്യയെയും ഒപ്പം നിർത്തി ബഷാർ അൽ അസദ് നടത്തിയിരുന്ന ഭരണത്തിന് അന്ത്യം കുറിക്കപ്പെട്ടു കഴിഞ്ഞു. ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് ഇസ്രയേലും അമേരിക്കയുമാണോ? പുതിയ ചുവടിൽ സിറിയയ്ക്ക് അടിപതറുമോ? നമ്മളിന്ന് പരിശോധിക്കുന്നു. ബഷാർ അൽ അസാദ് ഭരണകൂടത്തെ അട്ടിമറിച്ച് സിറിയ കീഴടക്കിയ വിമതരെ തള്ളി പറഞ്ഞില്ലെങ്കിലും അതിവേഗത്തിലുള്ള അവരുടെ നീക്കത്തെ US അടക്കം അമ്പരിപ്പിച്ചിട്ടുണ്ട്. വെറും 11 ദിവസം കൊണ്ടാണ് ബഷാർ അൽ അസദിൽ നിന്ന് വിമതർ രാജ്യം മുഴുവൻ പിടിച്ചെടുത്തത്. ആഭ്യന്തര യുദ്ധം ആരംഭിച്ച് 13 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇത്തരമൊരു നീക്കം വിമതർ നടത്തിയിട്ടുള്ളത്. അബു മുഹമ്മദ് അൽ ജലാനിയുടെ നേതൃത്വത്തിൽ നടത്തിയ അതിവേഗ പദ്ധതിക്ക് 6 മാസം മുൻപ് തുർക്കിയുടെ അനുമതി ലഭിച്ചിരുന്നതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ പറയുന്നത്. വിവിധ നയതന്ത്രജ്ഞരെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതായത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു പ്രധാന ബുദ്ധികേന്ദ്രം എന്ന് പറയുന്നത് തുർക്കിയാണ്. അസദിനെ മുൻപ് സഹായിച്ചിരുന്നവരെയെല്ലാം അവരവരുടെ പ്രശ്നങ്ങളിൽ അകപ്പെട്ടതോടെ വിമതരുടെ മിന്നൽ മുന്നേറ്റം ലക്ഷ്യം കണ്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രധാന സഖ്യകക്ഷികളായ ഇറാനും ലെബനനിലെ ഹിസ്ബുള്ളയും ഇസ്രയേലുമായുള്ള സംഘർഷത്തിൽ ദുർബലമായിരുന്നു. ദീർഘകാലമായി യുക്രൈനുമായി യുദ്ധത്തിലേർപ്പെട്ട റഷ്യയ്ക്കും സിറിയയിലേക്കുള്ള താൽപര്യം കുറഞ്ഞു. അതായത് ഇരു രാജ്യങ്ങളും അവരവരുടെ യുദ്ധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്ന് ചുരുക്കം. ഇതുകൊണ്ടൊക്കെ തന്നെ ദുർബലമായ സിറിയൻ സൈന്യത്തിന് വിമതരോട് പിടിച്ചു നിൽക്കാനായതേയില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും തുർക്കിയെ അറിയിക്കാതെ വിമതർക്ക് മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നില്ലെന്നാണ് മേഖലയിൽ പ്രവർത്തിക്കുന്ന നയതന്ത്രജ്ഞർ പറയുന്നത്. വടക്കു പടിഞ്ഞാറൻ സിറിയയിൽ തുർക്കിയുടെ സൈന്യമുണ്ട്. ഇവർ വിമതർക്ക് പിന്തുണ നൽകിയിരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. വിമത സംഘടനയായ ഹയാത്ത് തഹ്രീർ അൽ ഷം അതായത് HTS തലവൻ അബു മുഹമ്മദ് അൽ ജലാനിയാണ് തുർക്കി അടക്കമുള്ളവരുമായി ചേർന്നുള്ള പദ്ധതിക്ക് നേതൃത്വം നൽകിയതെന്നും നയതന്ത്രജ്ഞർ വ്യക്തമാക്കുന്നു. ജലാനിക്ക് അൽ ഖ്വയ്ദയുമായി ഉണ്ടായിരുന്ന ബന്ധങ്ങളും നീക്കങ്ങളും ഉപയോഗിച്ചാണ് ഇതെല്ലാം അദ്ദേഹം നടപ്പിലാക്കിയത്. അൽ ഖ്വയ്ദയുമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് ജലാനി സിറിയയിലേക്ക് തിരിഞ്ഞപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ തന്നെ വലിയ സംശയത്തോടെയാണ് അദ്ദേഹത്തെ നോക്കി നിന്നിരുന്നത്. എന്നാൽ ജലാനിയുടെ ലക്ഷ്യം പാശ്ചാത്യ ശക്തികളൊന്നുമല്ലെന്നും മറിച്ച് അസദിൽ നിന്നും സിറിയയെ വീണ്ടെടുക്കുക മാത്രമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഒടുവിൽ ഇതാ പതിറ്റാണ്ടുകൾ നീണ്ട ഭരണത്തിന് പരിസമാപ്തി കുറിച്ചിരിക്കുന്നു. പശ്ചിമേഷ്യയിൽ നിന്ന് ആശ്വാസത്തിന്റെ ഒരു വാർത്തയാണ് ഇന്ന് ലോകമെങ്ങും മുഴങ്ങിക്കേൾക്കുന്നത്. അരനൂറ്റാണ്ടിലേറെയായി സിറിയയുടെ അധികാരം കയ്യാളിയിരുന്ന അസദ് വംശം വീണതോടെ സിറിയയിലെ ഏകാധിപത്യ ഭരണത്തിന് അവസാനമായിരിക്കുകയാണ്. അബു മുഹമ്മദ് അൽ ജലാനിയുടെ നേതൃത്വത്തിലുള്ള വിമതസേന അസദിന്റെ അധികാര കേന്ദ്രമായ ഡമാസ്കസ് തകർത്തതോടെ ഇനി രക്ഷയില്ലെന്ന് കണ്ട് പ്രസിഡന്റ് ബഷാർ അൽ അസദ് രാജ്യത്ത് നിന്ന് പലായനം ചെയ്യുകയായിരുന്നു. ഒരു ഇരുണ്ട കാലഘട്ടത്തിന്റെ അവസാനവും സിറിയയുടെ ഒരു പുതിയ യുഗത്തിന്റെ തുടക്കവുമെന്നാണ് അസദ് ഭരണത്തിന്റെ പതനത്തെ വിമത നേതാക്കൾ വിശേഷിപ്പിച്ചതുപോലും. പ്രസിഡന്റ് അസദ് രാജ്യം വിട്ടതായി വിമതർ പ്രഖ്യാപിച്ചതിന് പിന്നാലെ അസദ് ഭരണകൂടം നിലം പതിച്ചതായി സിറിയൻ സൈനിക കമാൻഡ് തങ്ങളുടെ സൈനികരെ അറിയിച്ചു. ഇതിനൊപ്പം സിറിയയിൽ ഒരു പുതിയ യുഗം ആരംഭിക്കുകയാണെന്ന് വിമതർ പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതോടെ വിദേശത്ത് കഴിയുന്ന പൗരന്മാരോട് സ്വതന്ത്ര സിറിയയിലേക്ക് മടങ്ങാൻ സിറിയൻ വിമതർ ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെ അസദ് ഭരണത്തിന്റെ കീഴിൽ കുപ്രസിദ്ധി നേടിയ സെദ്നിയ ജയിലിൽ വിമതസേന അതിക്രമിച്ചു കയറി തടവുകാരെ മോചിപ്പിച്ചു എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഏത് നേതൃത്വവുമായി സഹകരിക്കുമെന്ന് സിറിയൻ പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ജലാലി പ്രതിജ്ഞ എടുത്തിട്ടുമുണ്ട്. ഏത് കൈമാറ്റ പ്രക്രിയയ്ക്കും താൻ തയ്യാറാണെന്നാണ് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രഖ്യാപിക്കുകയും ചെയ്തത്. കൈമാറ്റ നടപടികൾ പൂർത്തിയാകുന്നതുവരെ സർക്കാർ സ്ഥാപനങ്ങൾ പ്രധാനമന്ത്രിയുടെ കീഴിലായിരിക്കുമെന്ന് അബു മുഹമ്മദ് അൽ ജലാനി അറിയിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. 5 പതിറ്റാണ്ടിലേറെയായി അലാവൈറ്റ് രാജവംശം അഥവാ അസദ് വംശമാണ് സുന്നി ഭൂരിപക്ഷ രാഷ്ട്രമായ സിറിയയിൽ അധികാരം നിലനിർത്തിയിരിക്കുന്നത്. 1970-ൽ ഹഫീസ് അൽ അസസ് ആരംഭിച്ച ഈ നീണ്ട ഭരണത്തിനാണ് ഇപ്പോൾ അവസാനം കണ്ടത്. 1970 നവംബർ 13 നടന്ന അട്ടിമറിയിലൂടെ ഹഫീസ് അൽ അസദ് സിറിയയിൽ അധികാരത്തിലെത്തി. സിറിയയിൽ ഒരു പുതിയ യുഗത്തിനാണ് അന്ന് അദ്ദേഹം തുടക്കം കുറിച്ചിരുന്നത്. അലാവൈറ്റ് ന്യൂനപക്ഷത്തിലെ അംഗമായിരുന്ന ഹഫീസ് സിറിയൻ വ്യോമസേനയുടെ കമാൻഡറായും പ്രതിരോധ മന്ത്രിയായും തന്റെ ശക്തി കേന്ദ്രം രാജ്യത്ത് പടുത്തുയർത്തി. ഭരണം പിടിച്ചെടുക്കുമ്പോഴേക്കും അദ്ദേഹം സൈന്യത്തിലും ബാത്ത് പാർട്ടിയിലും വിശ്വസ്തമായ ഒരു ശൃംഖല തന്നെ വളർത്തിയെടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ശേഷം മകനും ഭരണത്തിലേക്കെത്തി. പക്ഷേ കാര്യങ്ങൾ അത്ര സുഖമല്ലായിരുന്നു. അപ്പോഴേക്കും വിമത സഖ്യങ്ങൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയിരുന്നു.
വിമതസേനയുടെ അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ 11 ദിവസം കൊണ്ടാണ് ബഷാറുൽ അസദിന്റെ ഭരണത്തിന് അന്ത്യമായത്. അതുകൊണ്ട് തന്നെ സിറിയൻ ജനത പുതിയ പ്രതീക്ഷയിലേക്കാണ് മിഴികൾ തുറക്കുന്നത്. സിറിയ അസദിന്റെ ഭരണത്തിൽ നിന്ന് മോചിതമായെന്ന് ഞായറാഴ്ചയാണ് ലോകം അറിയുന്നത്. അരനൂറ്റാണ്ട് നീണ്ട അസദ് കുടുംബത്തിന്റെ ഭരണം അബു മുഹമ്മദ് അൽ ജുലാനിയുടെ നേതൃത്വത്തിലുള്ള ഹയാത്ത് തെഹ്രീർ അൽ ഷാം വിമതസേനയുടെ ഇടപെടലാണ് അവസാനിപ്പിച്ചത്. സിറിയയുടെ പൂർണ്ണ നിയന്ത്രണം വിമതരുടെ കയ്യിലായതോടെ തിരശ്ശീല വീണത് ആഭ്യന്തര യുദ്ധത്തിനിടെ ഛിന്ന ഭിന്നമായി കഴിഞ്ഞ രാജ്യത്തിന്റെ അധികാരം കൈവിട്ടു പോകാതിരിക്കാൻ പ്രസിഡന്റ് ബഷാർ അൽ അസദ് 14 വർഷമായി നടത്തിവരുന്ന ശ്രമങ്ങൾക്കു കൂടിയാണ് എന്ന് പറയാതെ വയ്യ. പിതാവ് ഹാഫിസ് അൽ അസദിന്റെ പിന്തുടർച്ചാവകാശിയായി 2000-ലാണ് നേത്രരോഗ വിദഗ്ധൻ കൂടിയായ ബഷർ അൽ അസദ് സിറിയൻ പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്നത്. സിറിയയിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാനിരിക്കുന്ന ഭരണാധികാരി എന്ന് ജനങ്ങൾ കരുതിയ അദ്ദേഹത്തിനെതിരെ പിന്നീട് വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നതാണ് രാജ്യം കണ്ടുനിന്നത്. 2011 മാർച്ചിലാണ് പ്രക്ഷോഭങ്ങളുടെ എല്ലാം പൊട്ടിപ്പുറപ്പെടൽ സംഭവിക്കുന്നത്. അച്ഛനെ പോലെ തന്നെ മകനും പെരുമാറുന്നതാണ് അന്ന് സിറിയൻ ജനത വളരെ ദുഃഖത്തോടെ കണ്ടത്. ചോദ്യം ചോദിച്ചവരെ നിഷ്കരണം അടിച്ചമർത്തൽ സ്വഭാവം ഭരണകൂടം കാണിച്ചപ്പോൾ പ്രതിഷേധത്തിന്റെ രീതിയുടെ ഭാവവും ഒക്കെ മാറി തുടങ്ങി. ചെറിയ ജനവിഭാഗങ്ങൾ നടത്തിപ്പോന്ന പ്രതിഷേധം പെട്ടെന്ന് കലാപമായി മാറുകയും പലരും അതിലേക്ക് ആകൃഷ്ടരാവുകയും ചെയ്തിട്ടുണ്ട്. ഇവിടേക്ക് എങ്ങനെയാണ് തുർക്കി കടന്നു വന്നത് എന്നാണ് ഇനി പറയുന്നത്. അഭയാർത്ഥി പ്രവാഹം ഭയപ്പെട്ട് സിറിയയിലെ വിമത നീക്കങ്ങളെ ദീർഘകാലമായി എതിർത്തിരുന്ന തുർക്കി വടക്കു പടിഞ്ഞാറൻ സിറിയയുടെ പോരാട്ടം രൂക്ഷമാക്കാൻ 2020-ൽ റഷ്യയുമായി കരാറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ 1 വർഷം മുമ്പാണ് അസദ് ഭരണകൂടവുമായി തുർക്കി അകന്നു തുടങ്ങുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വിമതർ ഈ നീക്കം മുന്നോട്ട് വെച്ചത്. സൈനിക സ്തംഭനാവസ്ഥയ്ക്ക് രാഷ്ട്രീയ പരിഹാരം മുന്നോട്ട് കൊണ്ടുപോകാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഉർദുഗാന്റെ ആവർത്തിച്ചുള്ള പ്രസ്താവനകളെ അസദ് നിരസിച്ചതിനു ശേഷമാണ് അകൽച്ച വീണത്. ഇതോടെ തുർക്കിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വിമതർ തങ്ങളുടെ നീക്കങ്ങൾ അറിയിക്കുകയും ഇടപെടരുത് എന്ന് അറിയിക്കുകയും ചെയ്തുവെന്നും നയതന്ത്രജ്ഞർ അറിയിച്ചു. അസദ് ദുർബലനാണെന്ന് പൂർണ്ണമായും ഉറപ്പാക്കിയ ശേഷമായിരുന്നു വിമതരുടെ നീക്കങ്ങളെല്ലാം തന്നെ നടന്നത്. അത് ഫലത്തിൽ വരികയും ചെയ്തു. ഇതിന്റെ കൂടെ പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. സിറിയയിൽ ഇപ്പോൾ നിലവിലുള്ള അരാജകത്വം മുതലെടുക്കാൻ രംഗത്തിറങ്ങിയത് സാക്ഷാൽ ഇസ്രയേൽ എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു വാർത്ത. സിറിയയുടെ നിയന്ത്രണത്തിലുള്ള 1/3 ഗോലാൻ കുന്നുകൾ കൂടി ഇസ്രയേൽ ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുണ്ട്. 50 വർഷത്തിനിടയിൽ ഇതാദ്യമായിട്ടാണ് സിറിയയുടെ അതിർത്തി കടന്ന് ഇസ്രയേൽ സേന വിന്യാസം നടത്തുന്നത്. ഹിസ്ബുള്ളക്കെതിരായ തങ്ങളുടെ നടപടിയുടെ നേരിട്ടുള്ള ഫലമാണ് ബാഷറിന്റെ പുറത്താക്കലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെട്ടിട്ടുമുണ്ട്. അസദിന് നേരിട്ടുള്ള പിന്തുണ നൽകുന്നവരാണ് ഹിസ്ബുള്ള. ബാഷറിന്റെ ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചവർ നേടിയ ഒരു ചെയിൻ റിയാക്ഷനാണ് വിമത നീക്കമെന്നും നെതന്യാഹു സൂചിപ്പിച്ചു. ദമാസ്കസിന് പുറത്തുള്ള സിറിയൻ ഭാഗങ്ങളിൽ സൈന്യം അതിവേഗം പിടിച്ചെടുത്ത നടപടി തങ്ങളോട് ശത്രുതയുള്ള ഒരു ശക്തിയും ഇസ്രയേൽ അതിർത്തിയോട് ചേർന്ന് ഇല്ല എന്ന് ഉറപ്പാക്കാനാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അസദ് കുടുംബത്തിന് 53 വർഷം നീണ്ട ഉരുക്ക് മുഷ്ടി ഭരണത്തിനും ബാത്ത് പാർട്ടിയുടെ ഏകാധിപത്യ ഭരണത്തിനുമാണ് വിമതർ ശനിയാഴ്ചയോടെ അന്ത്യം കുറിച്ചിട്ടുള്ളത്. ഇടക്കാല ഗവൺമെന്റിന് അധികാരം കൈമാറുമെന്നും വിമതർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വിമതരോട് സഹകരിക്കുന്ന പ്രധാനമന്ത്രി മുഹമ്മദ് ഗാസി അൽ ജലാലി തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് ഉടനെ തന്നെ നടത്തുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സിറിയൻ പ്രസിഡന്റ് അസദ് റഷ്യയിലെ മോസ്കോയിൽ ഇപ്പോൾ അഭയം തേടിയിരിക്കുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതും സ്ഥിരീകരിക്കപ്പെട്ട ഒരു വാർത്തയല്ല, പക്ഷേ ഇങ്ങനെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. സാധ്യത വളരെയേറെയാണ്. കാരണം അദ്ദേഹം ഭരണത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഏറ്റവും ഒരു പ്രധാന സഖ്യകക്ഷിയായി നിന്നത് റഷ്യയാണ്. റഷ്യക്ക് ഈ തവണ ഉക്രൈനിൽ കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇവിടേക്ക് കാര്യമായ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാതെ വന്നത്. എന്നാൽ പ്രശ്നത്തിൽ ഇപ്പോൾ ഇടപെടുന്ന കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കൃത്യമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. സിറിയയിലെ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാണെന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. സിറിയയിലെ വിമതർക്ക് തീവ്രവാദ പശ്ചാത്തലമുണ്ടെന്ന കാര്യം ചൂണ്ടിക്കാട്ടിയ ബൈഡൻ മേഖലയാകെ അനിശ്ചിതത്വമാണ് നിലനിൽക്കുന്നതെന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതേസമയം സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്ന സംഘടന ഇപ്പോൾ അറിയിക്കുന്നത് ഗൊലാൻ കുന്നുകളിലെ ക്യൂനിട്ര മേഖലയിൽ ഇസ്രയേൽ സൈന്യം ടാങ്കുകളും കവചിത വാഹനങ്ങളും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു എന്നാണ്. അതായത് എന്തോ ഇനിയും വരാനുണ്ട് എന്നതിൻ്റെ ഒരു സൂചന കൂടി അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. 1967 നടത്തിയ യുദ്ധത്തിലാണ് ഇസ്രയേൽ ഗൊലാൻ കുന്നുകൾ കീഴടക്കിയത്. അതേസമയം അമേരിക്ക ഒഴികെയുള്ള ഒട്ടുമിക്ക പാശ്ചാത്യ ശക്തികളും ഇസ്രയേൽ ഗൊലാൻ കുന്നുകളുടെ 1/3 ഭാഗം ഇപ്പോൾ പിടിച്ചെടുത്തതിന് എതിരെ രംഗത്ത് എത്തിയിരിക്കുന്നവരാണ്. സിറിയയിൽ 13 വർഷം നീണ്ട ആഭ്യന്തര യുദ്ധത്തിൽ 3.5 ലക്ഷം പേർ കൊല്ലപ്പെടുകയും ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിലാവുകയും ചെയ്ത ഒരു ചരിത്രമുണ്ട്. ബാഷറിന്റെ സൈന്യത്തിന്റെ ചെറുത്തുനിൽപ്പില്ലാതെയാണ് വിമതർ ഡമാസ്കസിൽ കടന്നതുപോലും. ഈ സമയം ആയിരക്കണക്കിന് ജനങ്ങളാണ് നഗര കവാടത്തിൽ സ്വാതന്ത്ര്യ മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തത്. അതിനിടെ സിറിയയിലെ ഇറാൻ എംബസിക്ക് നേരെ വിമതരുടെ ആക്രമണം ഉണ്ടായി എന്നത് പറയാതെ വയ്യ.
എംബസി കെട്ടിടത്തിലേക്ക് ഇരച്ചുകയറിയ വിമതർ ഫയലുകളും രേഖകളും മറ്റും നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. എംബസിയുടെ പുറം ചുവരിൽ പതിച്ചിരിക്കുന്ന ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള റൂഹുള്ള ഖമേനി, ഇപ്പോഴത്തെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി, സെപ്റ്റംബർ 27 ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹസൻ നസ്രല്ല തുടങ്ങിയവരുടെ ചിത്രങ്ങൾ കീറിയെറിയുകയും ചെയ്തിട്ടുണ്ട്. എംബസി ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ ഇറാനിയൻ നയതന്ത്രജ്ഞർ സ്ഥലം വിട്ടിരുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് എസ്മയിൽ ബഖായിയെ ഉദ്ധരിച്ച് ഇറാനിയൻ മാധ്യമം ടെഹ്റാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. അതായത് ഇപ്പോൾ സിറിയൻ ജനതയ്ക്ക് തീരാത്ത ദേഷ്യം ഇറാനോടാണെന്ന് തോന്നുന്നു. ഇതിന് പിന്നിൽ എന്തായാലും ഇസ്രയേലിൻ്റെയും അതേപോലെ തന്നെ അമേരിക്കയുടെയും പങ്ക് വ്യക്തമാണ്. അപ്പോൾ ഇനി എന്താണ് സിറിയയിൽ സംഭവിക്കുക എന്ന് നമുക്ക് ഭാവിയിൽ മാത്രമേ പറയാനാകൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റിൽ എഴുതുക. അപ്പോൾ മറ്റൊരു വാർത്തയും വിശകലനവുമായി വീണ്ടും എത്താം. നന്ദി.